നെക്സ്റ്റ് ഞങ്ങളുടെ இதுவரை துடித்ததில்லை, இப்போ துடிக்கிறதே. என் மனசு இதுவரை பறந்ததில்லை, இப்போ பறக்கிறதே. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും കൊള്ളാലേടാ. അയ്യോ അമ്മച്ചി, കൺഗ്രാറ്റുലേഷൻസ്. നീ കലക്കി. ഇത് നീ തന്നെയാണോ? അത് പിന്നെ ഒരു ആവേശത്തിൽ. നിങ്ങളിവിടെ കഥ പറഞ്ഞിരിക്കണോ? ഇവിടത്തെ കാറ്റ് പോയെന്ന് തോന്നേ. അയ്യോ യോജനെ, എന്താ ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്നു? ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ സംഭവ വികാസങ്ങൾ കണ്ട് സ്തംഭിച്ചു പോയതാ. വാട്ട്? അല്ലേലും നിനക്കൊന്നും മനസ്സിലാവില്ലല്ലോ. നീ എന്താ വിചാരിച്ചേ ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നാണോ? ഒക്കെ മനസ്സിലാടാ, ഇന്നത്തോടെ എല്ലാം മനസ്സിലായി. സീരിയസ്ലി നിങ്ങൾ ആ ഹഗിനെ പറ്റിയാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നല്ലാണ്ട് പറയുന്ന കേട്ട തോന്നുന്നില്ല ഞാൻ അങ്ങോട്ട് ചെന്ന് വീട്ടിൽ പിടിച്ചാണെന്ന്. അതിപ്പോ ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും കീഴലക്കന്നെയാണല്ലോ. അതായത് അവൻ വന്ന് ഇവളെ കെട്ടിപ്പിടിച്ചാലും ഇവള് വന്ന് അവനെ കെട്ടിപ്പിടിച്ചാലും കെട്ടിപ്പിടുത്താണല്ലോ. അതിന് അതാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. അതെന്താ നിനക്ക് പ്രശ്നമില്ലാത്തെന്ന്? സത്യം പറഞ്ഞു, ഞങ്ങളറിയാതെ നിനക്കും ടേക്കേഡിൽ ഏതോ ഒരു ട്രെയിൻ ഓടി കളിക്കുന്നില്ലേ? വട്ടാണ് നിനക്ക്? അങ്ങനെയൊന്നുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ഇനി എങ്ങനെ ഇങ്ങനെ യൂസ്ലെസ് ടോക്സ് ആയിട്ട് വന്ന ബാക്കി ഞാൻ അപ്പൊ കാണിച്ചുതരാം. നോൺസെൻസ്. അവര് തമ്മിൽ ഒന്നുമില്ലടാ. ശേ, ഒന്നുമില്ല. അവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ വിചാരിച്ച ഞാനാ. എന്നാലും ടേക്ക് ചെയ്തോടെ ഒരു കുറവ്. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ചാ. അല്ലടാ ജിമിനെ? അത് കറക്റ്റ്. ഷട്ട് അപ്പ്. ഗുഡ് മോർണിംഗ് സർ. What the? ഗുഡ് മോർണിംഗ്. നീ എന്റെ എവിടെ ചെന്നു? അത് പിന്നെ ബെഡ് കോഫി തരാം. ഞാൻ ചോദിച്ചോ? ഇല്ല. പിന്നെ സാറിന്റെ പി എ സ്ഥിതിക്ക് ഇതൊക്കെ ചെയ്യേണ്ടെന്ന് കടമല്ലേ? അതിനിങ്ങനെയാണ് വരുന്നത്. വരുമ്പോ ഡോർ നോക്കിയാണെന്ന് അറിയില്ലേ? ഞാൻ നോക്കിയത് 4 വട്ടം. സാറ് കഥ അന്വേഷിച്ചല്ലോ. ഏയ്, മൈൻഡ് യു ലാംഗ്വേജ്. അവിടെ വെച്ചിട്ട് പോ നോക്ക്. ഓ, ഇതിപ്പോ എങ്ങനെ പറയാ? എനിക്കൊരു കാര്യം പറയണ്ട്. എന്താ? അത് ഇന്നലത്തെ കാര്യം. ഇന്നലെ? ആ, ഇന്നലെ നമ്മൾ ഗെയിം എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. അങ്ങനല്ല, സത്യം പറഞ്ഞ അതെന്നെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു. ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല. ഐ നോ സാറിന് അത് ഇഷ്ടാണെന്ന്, ബട്ട് സാറിന് കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ. പക്ഷെ എനിക്കിതില്ല. ഇതെന്നെ ഫസ്റ്റ് ടൈമാ. What do you mean? ഞാൻ പറഞ്ഞു തരുന്ന എന്നെ പോലെ ജോയിക്കും ആഗ്രഹമുണ്ട് എന്ന് അവൾ പറഞ്ഞില്ല, എന്നാലും എനിക്കറിയാം. അതുകൊണ്ട് സാറൊന്ന് മനസ്സ് വെച്ചാ അവൾക്കൊരു സന്തോഷമായിരുന്നു. What the?
നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ അവളെ ചെന്ന് ഹഗ് ചെയ്യണമെന്നാണോ? ഹാവ് യു ലോസ്റ്റ് മൈൻഡ്? നിനക്കെന്താ തലയ്ക്ക് സുഖയില്ലേ? അതോ രാവിലെ തന്നെ കുടിച്ചിട്ടാണ് വരുന്നത്? ആൻഡ് ഫോർ എക്സ്പീരിയൻസ് മൈ ഫുഡ്. അതിന് ഞാൻ അതിനെ പറ്റി പറഞ്ഞേ. ഇന്നലെ ചോദിച്ചപ്പോ കേട്ട് ടിക്കറ്റ് പറ്റിയ സാറിന് പാർട്ടിക്ക് പോയിരുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞങ്ങൾക്കതില്ല. അതുകൊണ്ട് സാറിന് ടിക്കറ്റ് ഞങ്ങൾക്ക് തന്ന് ഞാനും ജോലി ഒരുമിച്ച് പോയിക്കോട്ടെ ചോദിക്കാൻ വന്നതാ. അതിനിങ്ങനെ വളച്ചൊടിച്ച് പറയണ കാര്യം എന്താ? നേട്ടങ്ങ് പറഞ്ഞ പോലെ. അതിനെ പറഞ്ഞു തരുന്നല്ലോ. സാറിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാനറിഞ്ഞു. ഞാനൊന്നും ചിന്തിച്ചില്ല. പിന്നെ Get lost. ഈ കോഫി എടുത്ത് തലയിൽ ഒഴിക്കണമെങ്കിൽ ഇറങ്ങി പോവാൻ നോക്ക്. വേണ്ട, ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ഇതങ്ങനെ ഇങ്ങനെ എടുക്കേണ്ട തീരുമാനമല്ല. ഇല്ല ചേട്ടാ, ഇനി തീരുമാനിക്കാനൊന്നുമില്ല. ചേട്ടൻ ഔട്ട്. മതി കളിച്ചു. ഓണക്ക് ഗെയിമായിട്ട് വന്നോളൂ. മനുഷ്യന്റെ വിലപ്പെട്ട സമയം കളയാൻ വേണ്ടി. ഞാൻ ഒറ്റ കളിച്ചോണ്ടിരുന്നപ്പോ ചേട്ടനല്ലേ ഇങ്ങോട്ട് വന്നേ. ഈ കളി കുറച്ച് വിവരമുള്ളവർ കളിക്കേണ്ട കളി, എന്നെ പോലെ. അല്ലാണ്ട് ചേട്ടനെ പറഞ്ഞിട്ടുള്ളതല്ല. അതോടെ ചേട്ടത്തോട്ടാണ് ഞാനെന്തേനാ. കള്ളക്കളി കളിച്ച് ജയിക്കാൻ ഏത് പൊട്ടനും പറ്റും. എന്നിട്ട് ചേട്ടന് പറ്റില്ലല്ലോ. നിന്നെ ഞാൻ നിക്കണം. ബബ്ലു സ്റ്റേ സ്റ്റേ ബബ്ലു. അയ്യോ അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ. നിക്കണവിടെ. പോട ബബ്ലു. ഇതിന് വേറെ ഒരു പണിയില്ലേ? എന്താ എന്തുപറ്റി? ഏയ് ഒന്നുമില്ല. ഞങ്ങള് വെറുതെ രാവിലെ ഒന്ന് എക്സസൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ജോയിൻ ചെയ്യുന്നു? അയ്യോ വേണ്ട. വേണ്ടല്ലേ? കള്ളത്തിന്റെ ജനിച്ചപ്പോഴേ എനിക്കിട്ടൊരു പായ. അങ്ങോട്ട് മാറിക്കടോ. മുന്നിൽ വന്നിക്ക കുന്തപോലെ. കണ്ടോ ഇപ്പൊ ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്തു. ഇത്ര സ്ഥലം ബാക്കിയുണ്ടായിട്ട് എന്റെ മുന്നിൽ കൂടെ മാത്രമേ ആൾക്ക് പോകാൻ പറ്റൂ. ഇതെന്താ ഇങ്ങനെ? അത് ജോഹിക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ അങ്ങനെ. ഇഷ്ടോ? നമ്മുടെ ഷൂട്ടിനുള്ള ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അത് 2-3 ലുക്സ് ഫൈൻ. നമുക്കത് നേരിട്ടൊന്ന് പോയി നോക്കണം. അപ്പോ അങ്ങനെ ചെയ്യല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഷൂട്ടിംഗ് ക്യാൻസൽ ആക്കിയാലോ? ഓ, അത് നല്ല ഐഡിയ. നല്ല ഐഡിയ. ഏയ്, ഏത് ലോകത്താ? ഞാൻ പറയുന്നത് വല്ലതും കേട്ടായിരുന്നോ? ഷൂട്ടിംഗ് എന്തിനാ ക്യാൻസൽ ആക്കുന്നത്? ഞാനിവിടെ ഇമ്പോർട്ടന്റ് കാര്യം ഡിസ്കസ് ചെയ്യുമ്പോ നീ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. അത് ഞാൻ സോൺ ഔട്ട് ആയതാ. ഓ ഗോഡ്, ഇനിയെങ്കിലും ഇവിടെ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കല്ലേ? കുസുമ വദന മോഹ സുന്ദര സുന്ദര സുന്ദര, സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം പയ്യനാ. പയ്യനാ പയ്യനാ. ഇതിപ്പോ നമുക്ക് ഡയറക്റ്റ് പോലെ അത് കേൾക്കാൻ. നെക്സ്റ്റ്. ജിമിൻ ട്രൂത്ത് ഓർ ഡെയർ പറയടാ. ട്രൂത്ത്. ഷേ, ഡെയർക്ക് വെറുതെ കിടക്കല്ലേ, നിനക്കൊന്ന് എടുത്താല്. ആരാച്ച ചോദിച്ചോ? ഞാൻ ചോദിക്കാം. ഇവിടെ ഏറ്റവും ഭംഗിയുള്ള ഗേൾ ആരാ? നല്ല ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണോ ക്വസ്റ്റ്യൻ? ഞാൻ ഡയർ അല്ല ചൂസ് ചെയ്തു. അതെനിക്ക് മനസ്സിലായി.
അപ്പൊ സത്യം പറ, ഇവിടെ ആരാ ഏറ്റവും ഭംഗിയുള്ളത്? അത് ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഞാൻ തന്നെയല്ലേ? ലയ. ഓ ജെമിൻ, താങ്ക് യു. യു ആർ സോ സ്വീറ്റ്. കള്ളത്തെണ്ടി. യുജി തളരരുത്. ഇത് മനഃപൂർവ്വം നിന്നെ ദേഷ്യം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. മൈൻഡ് ആക്കണ്ട വീട്. ബ്ലാക്ക് ഫോറസ്റ്റ് കഴുത. ഇനി ഞാൻ കറക്കാം. ഓ ആ ജാൻ 2/3 ഡയർ. ചാനേണ്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ചേട്ടൻ ഭയങ്കര റോമിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെയുള്ള ആരെങ്കിലും പ്രൊപ്പോസ് ചെയ്ത് കാണിക്കൂ. പ്രൊപ്പോസോ? യാ, റോമിയോ സ്ഥിതിക്ക് ഇതൊക്കെ ഈസി അല്ലേ? ഓക്കെ, അപ്പൊ തുടങ്ങിക്ക. ആരെയാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യും. എന്റെ യോജിയോടുള്ളപ്പോ എനിക്ക് വേറെ സെലക്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? എന്നെയോ? ഓക്കെ. യോജി, നമ്മൾ തമ്മിൽ വളരെ ചെറുപ്പം തൊട്ടേറെ. അപ്പൊ തൊട്ട് നമ്മൾ നല്ല ഫ്രണ്ട്സുമാണ്. നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എനിക്കെപ്പോഴാണ് നിന്നോട് ഇങ്ങനെ ഒരു ഫീലിങ്സ് വന്നതെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. ഇറ്റ്സ് ലൈക്ക് നീ അടുത്ത് വരുമ്പോ എനിക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല യോജി. ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. നിന്റെ ചെറിയ പ്രസൻസ് പോലും എന്നെ ഒത്തിരി ഹാപ്പി ആക്കുന്നുണ്ട്. ഇത്രയും കാലം ഇത് പറയാതെ മനസ്സുകൊണ്ട് നടന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മാത്രം അറിയാം. ബട്ട് ഇനി അത് പറ്റില്ല. യോജി, ഐ ലവ് യു. ഐ റിയലി ലവ് യു. നിന്നെ ഇഷ്ടപ്പെട്ടതുപോലെ ഞാൻ വേറെ ഒന്നിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല യോജി. നിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് കാണാൻ എനിക്കിഷ്ടം. ആൻഡ് I don't want to lose you. Wow. നിനക്കൊന്നിട്ടി നീ എന്താടാ ആകെ ചോന്നിരിക്കുന്നത്? ഇതൊക്കെയാണോ ഗെയിം? ഇതിവിടെ നിർത്താൻ പറയുന്നതായിരിക്കും നല്ലത്. പോയാ? നിനക്ക് ഇത്ര കഴിവുണ്ടായിരുന്നു? ആദ്യമായിട്ട് എന്നെ ഒരാൾ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത്. ഗൈസ്, എന്താ ഇങ്ങനെ നോക്കിക്കുന്നത്? എന്റെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി. ഓ മൈ ഗോഡ്, ചേട്ടന്റെ അടുത്തുനിന്ന് എനിക്ക് കുറെ പഠിക്കേണ്ടിയിരിക്കുന്നു. ചെറുക്ക, ആദ്യം മുട്ടേന്ന് വരാൻ നോക്ക്. അല്ല പിന്നെ ഹലോ. ഓക്കെ ഓക്കെ, ഐ ഗെറ്റ് ഇറ്റ്. അവര് നല്ല ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞു. They really liked it. അവർക്ക് ഇതേ തീമിലുള്ള 5 ഡിസൈൻസ് മോർ വേണമെന്ന് പറഞ്ഞു. ജിമിനേട്ടാ, ഡു വൺ തിങ്. നമ്മുടെ ഡിസൈനർ സേറനോടൊന്ന് ഇവരെ പറ്റി പറ. യാ, ഞാനിപ്പോ ഒരു മെയിൽ സെൻഡ് ചെയ്യാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. കോളാണോ? യോജി, നീ ഇവിടെ എന്തെടുക്കാ? നിന്നെ അങ്കിൾ വിളിക്കുന്ന കുറെ നേരമായല്ലോ. എന്നെയോ? ഞാനിപ്പോ വരാം. ഒരു 5 മിനിറ്റ്. സംതിങ് ഏർജന്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന് ചെന്ന് നോക്ക്. എന്നിട്ട് ഇതിനെ ചിരിച്ച് സംസാരിക്കാനൊക്കെ അറിയൂ. മിസ് ചെയ്യുന്നതൊക്കെ എനിക്കറിയാം. ടൈം ആവട്ടെ. ബോയ് ഫ്രണ്ട് ഒന്നും? എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏയ്, അത്രയ്ക്ക് വട്ടന്മാരൊക്കെ ഈ ലോകത്തുണ്ടോ? ചിലപ്പോ ഉണ്ടാവും. എല്ലാവർക്കും എന്റെ അത്ര ബുദ്ധി ദൈവം കൊടുക്കില്ലല്ലോ.
എവിടെ പോയി? ഡോ, എന്താടി പടക പൊട്ടുന്ന പോലെ വിളിക്കുന്നത്? മര്യാദക്ക് വിളിച്ചാൽ എനിക്ക് കേൾക്കാം. താനും തന്നെ കുറെ നേരിട്ട് ഒളിഞ്ഞു നോക്കുന്നത്. ഞാനോ? പിന്നെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഓഹോ, ഞാൻ നിന്നെ വായ നോക്കി നിൽക്കണമെന്നാണ് നിന്റെ വിചാരം. ഈ നീരസിന്റെ ടൈപ്പ് അല്ല, ആൻഡ് നീ എന്റെ ടൈപ്പും അല്ല. എന്റെ സങ്കല്പത്തിലെ പെണ്ണിന് കുറച്ച് പെണ്ണത്തം കൂടുതലാ. ഏത് പെൺ 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 എന്താണ് നിനക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ഞാൻ തന്നെ പെണ്ണാണോ വന്നാണോ? തന്റെ ഈ സ്വഭാവം വെച്ച് നോക്കുമ്പോ തനിക്ക് പെണ്ണേ കിട്ടാൻ പോകുന്നില്ല. എനിക്ക് എന്താണ് ഒരു കുഴപ്പം? ഹൈറ്റിന് ഹൈറ്റ്, ബോഡിക്ക് ബോഡി, ഭംഗിക്ക് ഭംഗി, പോരത്തേന് ഡിമ്പിൾസും. അതിന് വീഴാത്ത ഏത് പെണ്ണുങ്ങളെ ഈ ലോകത്ത് ജനിച്ചിട്ടുള്ളത്? ഇതൊക്കെ കാര്യം തലക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? താന കണ്ണാടി പോയി നോക്ക്. താനും കുറഞ്ഞും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഒരു വാളിന്റെ കുറവ് മാത്രമേ ഉണ്ടാവും. കുരങ്ങനോ? കുരങ്ങൻ നീയാടി, നിന്റെ അമ്മൂമ്മയുടെ കറത്തി. തന്റെ അച്ഛനെ വിളിക്കണോ? തന്നോടൊക്കെ സംസാരിക്കണമെന്ന BP കൂടി ചത്തുപോകത്തുണ്ടാവും. ഞാൻ പോവാ. അവിടെ നിൽക്കടി. പെട്ടെന്ന് പിടിച്ചത് അവിടെ പോയി. പ്രശ്നമൊന്നുമില്ല, പൊക്കോ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ നോക്കുന്ന? വേറെ എവിടെയും തൊട്ടൊന്നുമില്ലല്ലോ, അവിടെ പിടിച്ചോളൂ. താനിത് മനഃപൂർവ്വം ചെയ്തല്ലോ. മനഃപൂർവ്വം? എനിക്കതല്ലേ മണി. അല്ല, സത്യമായിട്ട് ഞാൻ അറിയാതെ പിടിച്ചതാ. അറിയാതായാലും താൻ അവിടെ തന്നെ പിടിക്കല്ലേ? തന്നെ ഞാൻ എന്നെ ശരിയാക്കി തരണം. തന്നെ ഞാൻ ഇത്ര പ്രശ്നമാണെങ്കിൽ നിനക്കത് ഇടാതെ നടന്നാ പോലെ. ഇടോ വൃത്തി. തന്നെ ഞാൻ ഇന്ന് കൊല്ലണം. നാട്ടുകാരറിയാതെ തന്നെ ഞാനൊന്ന് പറയട്ടെ. നിർത്തേ. എന്നിട്ട് ഞാൻ വൃത്തിയായിട്ട് തെണ്ടി. തെണ്ടിയോ? നീ കൂടി നിർത്താൻ. ഇനി എന്നെ അടിച്ചാൽ ഞാൻ ഉറപ്പാൻ തിരിച്ചായിരിക്കും. എന്നാ എനിക്കൊന്ന് കാണണല്ലോ. നീ ചത്തടി, ചത്തു. വാടി, വാ. വാടി, വാ. അടിക്കടി. I wanna see you there, cause you piss me off and tease me there. Then you cross the line, baby, I'll shoot you down. Don't you ever think I'll fall for you, I'll knock you out. തനിക്ക് ജൂഹിനെ തന്നെ പിടിക്കണല്ലേ? പടവെട്ടിപ്പാറ വയ്ക്കാൻ പണികൾ 18മില്ലേ. I hate you, hate you. ഇകിട പെണ്ണെ hate you. വച്ച നിന്നുളകൾ കേട്ടു നാൾ അന്ന് തൊട്ടു ഞാൻ hate you. കത്തി നോക്കുമായി കച്ചടയ്ക്കു നീ എത്തിടുമ്പോഴോ hate you. എന്താടാ ഇത്? കല്യാണത്തിന് മുമ്പ് നിങ്ങൾ വീട് പറിച്ചിടുവോ? അങ്കിൾ ഞാനല്ല, അത് ഇവരെ എന്റെ ബാക്ക്. ഞങ്ങൾ വെറുതെ കളിക്കായിരുന്നു. ഈ തലണകൾ കട്ടിടുന്നൊക്കെ അല്ലേ? കളിക്കാൻ പറ്റിയ പ്രായം. റൂമ് മൊത്തം അലങ്കോടാക്കിയല്ലോ നിങ്ങള്. എന്ത് പകലും ഇത്? നീ കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ. മുത്തശ്ശി, ഞാൻ മാത്രമല്ല, ഇത് ഇവിടെ കൂടെ. എടാ ബബ്ലു, നാണുണ്ടോടാ നിനക്ക്? മുത്തശ്ശി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ എന്നെ പേര് വിളിക്കരുതെന്ന്. നിങ്ങൾക്കൊക്കെ പേര് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വല്ല പട്ടീനെ കൊച്ചിനെ വാങ്ങി അതിനെ ബബ്ലു ബബ്ലു വിളിച്ചോ? എനിക്കൊരു പ്രശ്നമില്ല. എന്തായാലും എന്നെ ഒന്ന് വെറുതെ വിടും പ്ലീസ്. ഇപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. നിന്നോടൊക്കെ പറഞ്ഞ വായില് വെള്ളം വെറ്റാന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. നമുക്ക് പോവാം. ഇവിടൊക്കെ ഇനിയെങ്ങാനും ഇതുപോലെ ഉണ്ടായ ഇതുവരെ നടന്നത് മൊത്തം ഞാൻ എല്ലാരോടും പറഞ്ഞു കൊടുക്കും. എന്താ അത് വേണോ?
ഓ എന്നെ കൊല്ലി കൊല്ലി കൊല്ലി. യോഞ്ചി ആ ചാക്കലൊന്നും എടുക്കോ? ആ എടുത്തിട്ടുണ്ട്. എന്നാ കഴിക്കും? മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയോ? അല്ല പോയില്ല, പോയിട്ട് വരും. അവരോട് പോയതോ? ആ എനിക്കറിയില്ല, വല്ല ഡേറ്റിനും ആവും. ഡേറ്റോ? ജാനവേട്ടനല്ലേ, അതിനേ ചാൻസ് ഉള്ളൂ. അല്ല ചിമൻ സാറോട് പറഞ്ഞില്ല? ഇല്ല. അങ്ങനെ വരാൻ കഴിയുമല്ലോ. 30 തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ ചിമൻ സാൻ അപ്പൊ പറയിക്കുന്നേ ഉള്ളൂ. പിന്നെന്ത് പറ്റി? ആ ജാനവേട്ടൻ വന്നേരെ പിന്നെ നമ്മൾ ഇന്നും മൈൻഡില്ല. ഞാൻ വിചാരിച്ചു എന്നെ മാത്രം മൈൻഡില്ലാത്തെന്ന്. ഇപ്പൊ ചിമൻസാനെ ഇല്ലാന്നറിഞ്ഞപ്പോ കുറച്ച് സമാധാനായി. ഇപ്പൊ സാറിന് സന്തോഷമില്ലേ? യോജി ഇപ്പൊ പുറകെ നടക്കുന്നില്ലല്ലോ. ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണേ യോജി സാറിന് മറന്നേ പോയിക്കോളും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ചിമൻ സാറിന്റെ സന്തോഷം എന്റെ സന്തോഷം. പോട്ടെ. ആഹാ, എരുത്തിയിൽ എണ്ണ കഴിച്ചപ്പോ എന്തോ ഒരു സമാധാനം. ഇനി യോഞ്ചി പുറകെ നടക്കേണ്ട ആവശ്യമില്ല, ചിമൻ സാർ തനിയേ വന്നോളൂ. എന്തായിരുന്നു അവിടെ? ഏയ് ഞാൻ വെറുതെ ഉപദേശിക്കായിരുന്നു. ഇല്ല, നിങ്ങളെപ്പോഴാ പോന്നെ? എങ്ങോട്ട്? പാർട്ടിക്ക്? ഞാൻ പോകുന്നില്ല. പോകുന്നില്ലേ? ഇല്ല, ജൂഹിയോയാ പോന്നു. ജൂഹിയ? നീ എന്തിനു ടിക്കറ്റ് അവൾ കൊടുത്തു? നിനക്ക് പോയിഷ്ടമില്ല എന്നോട് പറഞ്ഞ പോലെ ഞാൻ പോലെ. ഞാനൊന്നുമില്ല, നാളെ ഹൽദിയാ, എനിക്ക് ഇഷ്ടംപോലെ പണിയുള്ളവാ. ജൂഹി, അതൊക്കെ സൂപ്പ് കഴിക്കൂടല്ലേ, കുറച്ച് സമയത്തെ കാര്യമല്ലല്ലോ. നിനക്കറിയാന്നല്ലേ എനിക്ക് ഇങ്ങനത്തെ പാർട്ടി ഒന്നും ഇഷ്ടമല്ലെന്ന്. എന്നാ ഞാൻ പോവാ. ആരടാ നീ? ഞാനവിടെ മൂത്തത്, അപ്പൊ ഞാൻ പോവും. ഞാനല്ലേ ഇവിടെ ഇളയത്, അപ്പൊ ഞാനാ പോവാ. ആര്യ, നിന്നെ പോലുള്ളവർക്ക് പറ്റിയ പാർട്ടി അല്ലടാ ഇത്. കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളവർ പോന്നെയോ? പിന്നെ ചേട്ടൻ എന്തിനാ പോണ്? ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവർ രണ്ടുപേരല്ലേ ജയിച്ചത്. അൻവി, നീ പോയാ മതി. നിനക്കും പറ്റി? എനിക്കെന്ത് പറ്റാൻ? എന്തിനാ എന്നെ നോക്കി നിൽക്കുന്നത്? ഇപ്പൊ റെഡിയാവാ നിക്ക്. ആ തിവാരിയുടെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് പോണെന്നാണോ? നീയല്ലേ പറഞ്ഞ നിനക്ക് പേടിയില്ലാന്ന്? പേടിണ്ടെന്നാരാ പറഞ്ഞു? ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വൈബ് സെറ്റ് ആവില്ലെന്നോ? അതൊക്കെ സെറ്റ് ആയിക്കോളും. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ചെല്ല്, ടൈം കളയണ്ട. പങ്ക്ച്വാലിറ്റി പറഞ്ഞ ഇപ്പൊ അങ്ങേർക്കാ തീരല്ലാത്ത. 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. Pulling out the coupe at the lot. Tony fuck 12, fuck SWAT. Busting all the bells out the box. I just hit a lick with the box. Had to put the stick in the box. Pour up the whole damn seal. I'ma get lazy. I got the mojo deals. We been trapping like the 80s. She said the nigga so. Got the cash out. Told him wipe a nigga no. Say slash slash. ഇതെന്ത് പോലെ? ഇങ്ങേർക്ക് നല്ല സ്വഭാവം കൂടിയായിരുന്നേ. ആയിരുന്നെങ്കിൽ ഒന്നുമില്ല. എന്തൊക്കെയോ എവിടേക്കോ ശരിയല്ലാത്ത പോലെ. ദൈവമേ, തിരിച്ചു വരുമെന്ന് ജീവനോടുണ്ടാവണേ. Hey, what's going on? We're so sorry to inform you that the party tonight got cancelled. What? Huh? Why? Due to an issue happened a few hours ago, we didn't have any other options but to cancel the party. Then why didn't you inform this earlier?
So, we're sorry for that. Super Pedro, thank you. నువ్వు సఖేంతిప్ప. Now what? എന്തിനാ അവരോട് ചൂടാന്ന്? എന്തോ വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടല്ലോ ക്യാൻസൽ ചെയ്തേ. ക്യാൻസൽ ആക്കിയ കാര്യം നമ്മൾ അറിയിക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കളിച്ച് വേസ്റ്റ് ചെയ്യാൻ എന്റെ അടുത്ത് ടൈമില്ല. പിന്നെ ഉള്ള ടൈമൊക്കെ എവിടെ പോയി? ഏത് സമയം ലാപ്ടോപ്പിന്റെ മുന്നിൽ മാത്രം ഇരുന്നാ പോരാ, കുറച്ച് പുറത്തിറങ്ങി ഫ്രീ ആയിട്ട് നടക്കണം. എക്സ്ക്യൂസ് മീ, വന്ന് കാർ കയറി തിരിച്ചു പോവാ. തിരിച്ചു പോവേ? അയ്യേ, ഞാനില്ല. പിന്നെ നീ ഇവിടെ മാറി നോക്കി നിൽക്കാൻ പോണോ? എന്തായാലും ഇത്ര നേരം വന്നാലേ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ടെങ്കിലും പോവാം. ആ, ദൂരെന്ന് കാണുമ്പോ തന്നെ എന്ത് ഭംഗിയല്ലേ. അതെ അതെ, എനിക്ക് ഈ ഐഫിൽ ടവർ ഒന്ന് നേരിട്ട് കാണണം. അങ്ങോട്ട് നോക്കിയാ പോരെ? അങ്ങനെയല്ല, നേരിട്ട് അടുത്ത് പോയി കാണണം. നമുക്കൊന്ന് പോയാലോ? എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ, നമുക്കൊന്ന് അവിടെ ചുറ്റിക്കറങ്ങി വരാം. വാ കേറ്. I found a love for me, darling, just dive right in, follow my lead. I found a girl, beautiful and sweet. I never knew you were that someone waiting for me, 'cause we were just kids when we fell in love. ഇറങ്ങിക്കോ, ഇനി അങ്ങോട്ട് നടക്കണം. ഓക്കെ. I will not give you up this time, darling, just kiss me slow. Your heart is all I own, and in your eyes you're home. വാവ്, ഇതൊക്കെ നേരിട്ട് കാണാനും ഭാഗ്യം വേണല്ലേ. I don't think so. ഇതിന് പ്രത്യേകത ഒന്നുമില്ല. It's just a building with lights. അതെ, ബട്ട് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വ്യത്യാസം ഉണ്ടാവല്ലോ. ഏറ്റവും നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ സ്പെഷ്യൽ ആയിട്ട് കാണുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ലൈഫിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതെന്ന്. സാന കാഴ്ചപ്പാടൊന്ന് മാറ്റി നോക്കാം, ഈ വേൾഡ് തന്നെ ചേഞ്ച് ആവുന്ന കാണാം. എന്നെ ഒന്ന് ഫോട്ടോ എടുത്തരും. ഞാനോ? ആ, ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞതിന് ഇത്ര ചാടുന്നു. ഇന്ന് ഒന്ന് പോരാ, ഇനിയും വേണം. ഇത് രസമുണ്ടോ? ഇവിടെ നോക്കിയാണോ? ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ച് നിൽക്കുവോ? മതി, ഇനി നമുക്ക് സെൽഫി എടുക്കാം. ഹേയ്, ഞാനില്ല. ആ, ഫ്യൂച്ചറിൽ നമുക്ക് ഓർത്ത് വെക്കാൻ എന്തെങ്കിലും വേണ്ടേ? എന്താ ഇവിടെ ഇത്രയും ക്രൗഡ്? വല്ല ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടോ? നാളെ വാലന്റൈൻസ് ഡേ, അതുകൊണ്ടാ. വാലന്റൈൻസ് ഡേ? ആ ശരിയാ, ഞാൻ അതിനെ പറ്റി മറന്നേ പോയി. ഞാൻ കേട്ടിട്ടുണ്ട് വാലന്റൈൻസ് ഡേ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെയാണെന്ന്. പാരീസ്, ദി സിറ്റി ഓഫ് ലവ്. വെറുതെ അല്ലേ ഇവിടെ ഇത്ര ഡെക്കറേഷൻ? എല്ലാവരും അവരുടെ ലവേഴ്സ് ആയിട്ടായിരിക്കില്ലേ വന്നത്? സാർ ഇതിനു മുന്നേ പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല. ഗേൾ ഫ്രണ്ട്, ക്രഷ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല? നോ. ജനിച്ചിട്ട് 30 വർഷമായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല? ഏയ്, ആരാ പറഞ്ഞ എനിക്ക് 30 ആണെന്ന്? I'm 27. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഏത് സമയം ബ്ലാബർ ചെയ്തോണ്ടിരിക്കും. ഹേയ്, എന്തിനാ ഇത്ര സ്പീഡ് പോകുന്നേ? ഇതൊക്കെ ആസ്വദിച്ച് മെല്ലെ നടന്നാ പോരെ, ധൃതിയൊന്നുമില്ലല്ലോ. Want something to eat? ഇപ്പോഴേലും ചോദിച്ചല്ലോ. സ്ട്രീറ്റ് ഫുഡ്? ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ നല്ല ടേസ്റ്റി.
സോറി, സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കഴിക്കോ? ഇന്നും ഇന്നലെ വന്നാലല്ലോ ഞാനിവിടെ. എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റോ? ഉം. എന്നാ ഇത് ഫസ്റ്റ് കഴിക്കാം. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റൂ. എങ്ങനെയുണ്ട്? സോൾട്ടിയാ, റബ്ബർ പോലെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്താ ഇത്? ഉച്ച ഞാൻ ഒച്ചനെത്തുന്നു. ഇതൊക്കെ നേരത്തെ പറയുന്നേ. ഇനി എന്താ എന്തിനു കൊള്ളും? കുറച്ച് വെള്ളം കിട്ടോ? അപ്പളേ പറഞ്ഞല്ലോ നിനക്കത് ഇഷ്ടാവില്ലെന്ന്. ഇനി എന്തെങ്കിലും വേണം? ഇത്ര വലിയ ജനങ്ങളൊക്കെ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണാം. നമുക്കൊന്നാലും കയറിയല്ലോ പ്ലീസ്. ഞാൻ ഒറ്റയ്ക്കാണോ കയറുന്നേ? എനിക്ക് ഒറ്റ കയറാൻ ഇഷ്ടമല്ല. കേറണമെങ്കിൽ കേറും. സാറും കൂടെ വാ, നല്ല രസമായിരിക്കും. എനിക്കിഷ്ടല്ല. ഇഷ്ടല്ലേ? പേടിയിട്ടാ? നോ, ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്നാ വേണ്ട, ഞാനും കയറുന്നില്ല. ഇതിന് ടോപ്പ് ഒന്ന് പാരീസ് ഫുള്ള് കാണുമായിരിക്കല്ലേ? എന്താ കിളി പോയ പോലെ ഇരിക്കുന്നേ? എനിക്ക് ചെറിയ ആക്രോഫോബിയ ഉണ്ട്. ഹൈറ്റ് പ്രശ്നം? പേടിയാണോ ഞാൻ അപ്പഴേ ചോദിച്ചല്ലേ. പേടിയാണെന്ന് പറഞ്ഞിരുന്ന കേറണ്ടായിരുന്നല്ലോ. പേടിയില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ കേറാൻ നിർബന്ധിച്ചേ. Just shut up. എനിക്ക് പേടിയില്ല. I just don't like it. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? ഇറങ്ങാൻ പറ്റില്ല. ഇതിന് മുന്നേ കേറിട്ടേ ഇല്ലേ? Just once. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഹൈറ്റിനെ കുറിച്ച് ചിന്തിക്കില്ല, പുറത്തുള്ള ഭംഗി ആസ്വദിച്ചാ മതി. പിന്നെ ഇത് നാട്ടിലെ പോലെ ഒന്നും അല്ലല്ലോ. ഗ്ലാസ് ഒക്കെ വെച്ച് സെക്യൂർഡ് അല്ലേ? നാടത്താണെങ്കിൽ എപ്പോഴാ തെറിച്ചു വീഴാന്ന് പറയാൻ പറ്റില്ല. ഡോണ്ട് വറി, എനിക്കതിലൊക്കെ കയറി നല്ല എക്സ്പീരിയൻസാ. ഭാവം എന്ത് ഭംഗിയല്ലേ? ജൂഹി, എന്നാ ഞങ്ങൾ പോട്ടെ? ആ ചേട്ടാ, പിന്നെ രാവിലെ 6 മണിക്ക് ആ ഫ്ലവേഴ്സ് ഒന്ന് എത്തിക്കാൻ പറയണേ. ശരി മോളെ. ചേച്ചി ഫുഡ് കഴിക്കുന്നില്ലേ? ലേറ്റ് ആയാലോ? ഇല്ല, കുഴപ്പമില്ല. കുറച്ച് കാര്യങ്ങളൂടെ സെറ്റ് ആക്കാനുണ്ട്. നീ ചെന്ന് കിടന്നു. അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, ഇതെനിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അല്ല ചേച്ചി, ഞാൻ സഹായിക്കാം. നിന്നോടല്ല പറഞ്ഞു ചെല്ലാൻ. എന്നാ ശരി, നീ ചെന്ന് ഫ്രഷ് ആയി കിടന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
Huh? Two. ജിമിനേട്ടൻ എന്താ ഈ തണുപ്പത്ത് ഒറ്റയ്ക്കിരിക്കുന്നെ? എന്താ ഉറക്കൊന്നുമില്ലേ? നീ ഇപ്പത്തി ദേ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്താ ഇത്ര ലേറ്റ് ചെയ്തു? ചാനുവിന് നാളെ ഹൽദിക്ക് ഇടാനുള്ളത് ഷോപ്പ് ചെയ്യാൻ പോയതാ. എത്ര ഷോപ്പ് കേറിറങ്ങുന്നു. അവൻ ഇഷ്ടപ്പെടുന്ന ഒന്നും കിട്ടില്ല. ലാസ്റ്റ് എന്റെ നിർബന്ധത്തിലൊന്ന് എടുത്തിങ്ങ് പോന്നു. അല്ല, ജിമിനേട്ടൻ എന്നെ കാത്തിരിക്കായിരുന്നു. പിന്നെ എനിക്കതല്ലേ പണി. പിന്നെന്തിനാ പദവിയിലാണ് ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല. എന്താ ജിമിനേട്ടൻ വല്ലാതിരിക്കുന്നത്? നിനക്ക് തോന്നിയ ഞാനെന്താ തന്റെ മുഖം പറയാ എനിക്ക് മനസ്സിലാവില്ലേ? എന്നെ ജിമിനേട്ടനെ കാണാനും കൂടെ കിട്ടില്ലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. നീയായിരുന്നു ബിസി അവന്റെ കൂടെ അപ്പൊ എന്നെ ഒന്ന് മിസ് ചെയ്തു അല്ലേ? എന്ന് ഞാൻ പറഞ്ഞു. പറയേണ്ട ആവശ്യം എന്താ? വെണ്ടയ്ക്ക് വലുപ്പത്തിൽ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ പോവാ. പോവല്ലേ? കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോ. ഞാനിപ്പോ വന്നല്ലോ. ലേറ്റ് എന്തേലും കഴിച്ചിട്ട് പോ. See to play via tipo da spavisi. നല്ല റെസ്റ്റോറന്റ്. Mr. and Mrs. Your order, please. Do you have Indian food here? No, ma'am. Oh, then one steak tartar. And you, sir? Same here. Teya Madhav? അദ്വൈക്, Hey! നീ എന്താ ഇവിടെ? എപ്പോ വന്നിങ്ങോട്ട്? ജസ്റ്റ് ഇന്നലെ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ഇതാരാ? ബോയ്ഫ്രണ്ടാ? ഹേയ്, നോ നോ നോ. എന്നാ ഞാനവിടെ ഇരിക്കാം. ജോബിന്റെ ആവശ്യത്തിന് വന്നതാ? ഹേയ് നോ ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. ഹേ ബ്രോ, ഐ ആം അദ്വിക്. ഐ ആം വിത്ത് തിവാരി. ആര് വിത്ത് തിവാരി? ഇറ്റ്സ് അൻവിത് തിവാരി. ഓ, അൻവിത് തിവാരി. ഈ പേര് ഞാനെവിടെയോ. തിവാരി ഫാഷൻ കമ്പനി. ഓ, അവിടെയാണ് വർക്ക് ചെയ്യുന്നേ. ഐ ഓൺ ദാറ്റ് കമ്പനി. ഓ, സർ, താങ്ക് യു. do you have red wine here? Yes, sir. Please bring one bottle. Yeah, നീ കുടിക്കില്ലേ? യാ. ജെന്റിൽമാൻ, നിങ്ങളും? നോ താങ്ക്സ്. ഓക്കെ. നിങ്ങൾ തമ്മിൽ എങ്ങനെ അറിയാം? ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച. ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചേ? എന്തിനാ? ഇനി ഇതുപോലത്തെ എത്ര എണ്ണം കാണുമെന്ന് അറിയാനോ? You're so funny, eh? ഇതാ എന്താ ഇത്? ഫുഡ്. കണ്ണു കണ്ടൂടെ? അങ്ങനെ നോക്കൊന്നും വേണ്ട. സ്നേഹം കൊണ്ടൊന്നുമല്ല. നീയൊന്നും കഴിച്ചില്ലെന്ന് മുത്തശ്ശി പറഞ്ഞു. ഫുഡ് കൊണ്ട് തരാനും മുത്തശ്ശി പറഞ്ഞേ. അതിന് മുത്തശ്ശിക്ക് അറിയില്ലല്ലോ ഞാൻ കഴിക്കാത്തത്. അതൊക്കെ അറിയാം. എന്തൊക്കെ അറിയണം? ഇതും കൂടെ കഴിച്ചാ പോരെ? എനിക്ക് വേണ്ട, ഇനിയും കുറച്ച് പണിയുണ്ട്. ഇത് കളയണോ അതോ നീ കഴിക്കുന്നോ? പട്ടിണി കിടന്ന് ഇവിടെ ആരും പണിയെടുക്കണ്ട. ഞാൻ കഴിച്ചോളാം, താൻ പൊക്കോ. ഞാൻ പോണോ വേണ്ടിയെന്ന് ഞാൻ തീരുമാനിച്ചോ. എന്നാ ശരി, ഞാൻ പോട്ടെ. ടേയ, നിന്റെ നമ്പർ ഒന്ന് തരുമോ? എന്താ? നെവർ മൈൻഡ്, ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. മിസ്റ്റർ തിവാരി, സീ യു. ബൈ. എനിക്ക് ഇവനോട് ക്രഷൊക്കെ ഉണ്ടായിരുന്നു. ഇവനോടോ? ചെറുപ്പത്തിലാ. ഞാൻ അവനെ പ്രൊപ്പോസ് ചെയ്തു, പക്ഷെ അവൻ റിജക്ട് ആക്കി. നോൺസെൻസ്. മണ്ടൻ. അതെ, ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. ഇവിടെ തന്നെ ഉണ്ടാവണേ, പോവല്ലേ? പോയിട്ട് വാ. വാഷ്റൂം ഉണ്ടാക്കാൻ പോയതാണ്. ഓ ഗോഡ്, ഇതിനെ അതിന്റെ മേലെ കയറ്റിച്ച്.
സ്റ്റേ ചെയ്യാം. ഇതിന്റെ മേലെ കയറി ഇരിക്കാനാണോ ഇങ്ങോട്ട് പോന്നെ? ഇവിടെ നല്ല രസമുള്ളോണ്ട് ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചു. കുടിച്ച് ബോധമില്ലാണ്ടല്ലേ? ഈ കോഴ്സ് നിന്നെ എങ്ങനെയാ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? എടുത്തിട്ട് ഗോഡ്. പിന്നെയല്ലേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ കുടിച്ച ചിരിക്കും. സ്റ്റോപ്പ് ഇറ്റ്. വാ പോവാം. ആ ഞാനില്ല. എനിക്ക് ഇന്നത്തെ നൈറ്റ് ഒരുപാട് ഇഷ്ടായി. ഞാൻ സത്യമായിട്ട് വിചാരിച്ചില്ല തന്റെ കൂടെ വന്നാ ഇത്ര രസമുണ്ടാവും. താൻ എന്നെ ഐഫൽ ടവറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്നു. തനിക്ക് പേടിയായിട്ടും എനിക്ക് വേണ്ടി ജയന്റ് വീലിൽ കയറി. ഇത്രയൊക്കെ മിസ്റ്റർ അനിൽ തിവാരി എനിക്ക് വേണ്ടി ചെയ്തു. ഞാൻ കരയും ചെയ്യുവോ? ആ പിന്നെ 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 താനിന്ന് ആദ്യമായിട്ട് ചിരിച്ചു. വാവ്, എന്നും അങ്ങനെ ചിരിച്ചോളെ. എന്ത് രസായിരുന്നോ. തനിക്ക് ചെറുതായിട്ട് നടക്കുഴിയൊക്കെ ഉണ്ടല്ലേ? ഞാൻ കണ്ടു. ഷട്ട് അപ്പ്. വാ. मैं रहूं या ना रहूं, तुम मुझ में कहीं बाकी रहना. मुझे नींद आए जो आखिरी, तुम ख्वाबों में आते रहना. बस इतना है तुमसे कहना, बस इतना है तुमसे कहना, बस इतना है तुमसे कहना, बस इतना है तुमसे कहना. मैं रहूं या ना रहूं, तुम मुझ में कहीं बाकी रहना.